നമ്മളിന്ന് ഉച്ചക്കത്തെ ഫുഡ് പൊതിച്ചോറ് എങ്ങനെ ഉണ്ടാക്കാൻ രീതി എന്ന ഒരു പ്രിപ്പറേഷനിലാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്, എത്രത്തോളം റെഡിയാവുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ. അങ്ങനെ വൈഷുവും ആൻലിയും കൂടി പൊതിച്ചോറിനുള്ള സെറ്റിങ്സൊക്കെ ചെയ്തൊക്കെയാണ്. വൈഷു പേപ്പറൊക്കെ വെച്ച് അടിപൊളിയാക്കി വിരിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം വാഴയിലെടുത്ത് വെച്ച് നമ്മൾ പൊതിച്ചോറിനുള്ള തട്ടിക്കൂട്ട് പൊതിച്ചോറാണ്. ഒറിജിനൽ പൊതിച്ചോറല്ല, തട്ടിക്കൂട്ട് പൊതിച്ചോറ്. അതായത് ഒരുപാട് കറികളോ അങ്ങനെയൊന്നുമില്ല. മത്തി ഫ്രൈയും മത്തി തേങ്ങ അരച്ച കറി മാത്രമേ ഉള്ളൂ. പിന്നെ ചോറും പിന്നെ ഒരു മാങ്ങയും. ചോറ് പൊരിച്ച മീനെടുക്കാം. രണ്ട് പൊരിച്ച മീൻ വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി വെക്കാം അല്ലേ? 3 പൊരിച്ച മീൻ വെച്ചിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ നമ്മൾ പൊതിച്ചോറിലേക്ക് മത്തിക്കറി ഒഴിച്ചിട്ടുണ്ട്. വൈഷു തന്നെയാണ് അത് ഒഴിച്ചത്. പിന്നെ അധികം കറികളൊന്നുമില്ല, ആകെ ഒരു കറിയും ഒരു മത്തി ഫ്രൈയും പിന്നെ ഈ കുറച്ച് മാങ്ങയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തട്ടിക്കൂട്ടിയുള്ള ഒരു പൊതിച്ചോറാണ് നമ്മളുടേത്. ഒരുപാട് കറികളൊന്നുമില്ലാത്ത ഒരു ചെറിയൊരു പൊതിച്ചോറ്. അങ്ങനെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴാണ് കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് വെച്ച് കറി കണ്ടത്. രാവിലത്തെ കറിയാണ്, അപ്പോൾ കുറച്ച് അതും കൂടി ഒഴിച്ചു. ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് കരുതിയത്. അങ്ങനെ നമ്മൾ പൊതിച്ചോറ് സെറ്റ് ചെയ്യാൻ പോവാണേ. കെട്ടി വെക്കാനൊന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് തട്ടിക്കൂട്ടി കെട്ടി വെക്കലാണ്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറെന്നുള്ള ആഗ്രഹം ഇവിടെ സഫലമാവാൻ പോവുകയാണ്. അങ്ങനെ ഇതാ ഫൈനലി നമ്മുടെ പൊതിച്ചോറ് കെട്ടി വെച്ച് സെറ്റാക്കി. അപ്പോഴേക്കും ഇത് ആൻലി വന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ചോറും കറിയൊക്കെ എടുത്ത് അവൾ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ തുടങ്ങി. നിൻ്റെ പൊതിച്ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ്. അങ്ങനെ സമയമായപ്പോൾ ഞാൻ പൊതിച്ചോറും തണുത്ത വെള്ളവും കയ്യിലെടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് വന്ന് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും 2 അനിയന്മാരുമാണ് ഇത് ഓപ്പൺ ആക്കാൻ പോകുന്നത്. എന്താവും നോക്കാം. അപ്പൊ ഇത് ഓപ്പൺ ആക്കാൻ പോവാണ്. തുടങ്ങിക്കോ. അടുക്ക എക്സ്പ്രഷൻ അല്ലേ ഇടണേ, നന്നായിട്ട് ഇതേക്കോട്ട് പോവാം. പിള്ളേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയാണെന്ന് പറയാൻ വേണ്ടി. അതുകൊണ്ട് അടിപൊളിയാണെന്ന് ആക്ടിങ് ചെയ്തിട്ടെങ്കിലും പറയുന്നുണ്ട്. സത്യം പറയാലോ, ഒരു വായിക്ക് വെക്കാറുള്ളത് രണ്ട് മത്തി ഞാൻ കണ്ടായിരുന്നു. മത്തിയുടെ സാധനം കാണുന്നില്ല, അത് എവിടെ പോയി ആയിരിക്കല്ല, ആരാ നിന്നൊന്നും സത്യം പറയാലോ ഒരു ടേസ്റ്റും ഇല്ല. അങ്ങനെ നമ്മൾ പൊതിച്ചോറിൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ബൈ. ഓക്കെ അല്ലേ?